മടങ്ങി വരുമ്പോൾ നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ഈ സമാനമായ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ലഹരി നൽകി പീഡിപ്പിച്ചു. കൗൺസിലിംഗിനിടെയാണ് ഈ ഞെട്ടിക്കുന്ന കാര്യം പുറത്തറിയുന്നത്. 10ാം ക്ലാസ്സുകാരനായ ആൺ സുഹൃത്താണ് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലും ലഹരി നൽകിയത്. ആൺ സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇതിനിടെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഞെട്ടിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ നീക്കങ്ങൾ എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. കാണാം ദൃശ്യം. മെഡിസിനൊക്കെ കുഴപ്പമില്ല, നല്ല ട്രിപ്പാണ്, എന്താണ് കെമ്മാണ്, പക്ഷേ കുത്തിയൊന്നും കിട്ടൂല, സാധാരണ നോർമല് പണിയായിരിക്കും. ഞാനിനി കമ്പനിക്കാർക്ക് കൊടുക്കുള്ളൂ, പുറത്ത് നിന്നുള്ള മാർക്കൊന്നും കൊടുക്കൂല. കഞ്ചാവ് ഞാൻ കടയിൽ കിട്ടില്ല, കഞ്ചാവ് തരാ. ഇത് മലയാളികളുടെ കളിയല്ലട, ബംഗാളികളുടെ ഡയറക്റ്റ് ഡീലാണ് വെച്ചാല് നല്ല കിട്ടില്ല കഞ്ചാവ്. അടിച്ചു നോക്കിയിട്ട് അത്ര അടിയിട്ട് കഞ്ചാവ് വേറെ ഇല്ല. പിള്ളേരായിട്ടും നല്ല ഔട്ടടിക്കാൻ പറ്റും. ധാറേഷൻ ഉണ്ടായി, അവൻ ഞാൻ അടിച്ച്. അപ്പൊ അവന്റെ ചിക്കുണ്ടായി. അപ്പൊ അവൻ നന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ എന്റെ കമ്പനിക്കകത്ത് അപ്പൊ അവിടെ ഇങ്ങനെ തന്നെ ആ പെൺപിള്ളേരായിട്ടൊക്കെ ഔട്ടടിക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായി. ലഹരി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഈ ലഹരി ഉപയോഗം അയാൾ തന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ അത് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി പുറത്തുവിടാനുള്ള ധൈര്യം കാട്ടി എന്നതാണ് സാഹചര്യം. ഇത് പിന്നീട് ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടെത്തിയത്. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് ആ സ്കൂളിൽ അടിമയാണെന്നുമാണ് കുട്ടിയുടെ അച്ഛൻ ന്യൂസ് 8നോട് പറഞ്ഞത്. മകളുടെ ഫോണിൽ നിന്നല്ല, ഈ പയ്യന്റെ ഫോൺ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്കിത് എല്ലാം കിട്ടുന്നത്. ഞാനിത് അറിഞ്ഞ് ഇവൾക്ക് ഇതുപോലെ കിൻഡർ ജോയിലും ഡയറി മിൽക്കിലൊക്കെ ഇത് കൊടുത്തുന്ന എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് കിട്ടി. പിന്നെ ബാക്കി എന്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്കിതൊക്കെ മനസ്സിലായത്. ഞാൻ ഈ കുട്ടികളുടെയൊക്കെ ഇൻസ്റ്റയിൽ കയറിയപ്പോഴത്തേക്കും ഇവരൊരു ഹാബിറ്റ് എന്ന് തന്നെ പറയാം. ഇവര് ചെയ്ത എല്ലാ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളും ഇവര് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി. ഇതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. എല്ലാം, അതായത് ഇപ്പൊ കഞ്ചാവ് വലിക്കുന്നത്, പിന്നെ മറ്റേ മെത്തഡിനോ കല്ല ആ സാധനം ഉപയോഗിക്കുന്നതിന്റെ ഫോട്ടോ, വീഡിയോ, പിന്നെ ഇതിന്റെ എല്ലാം വോയിസ് ക്ലിപ്പ്, പിന്നെ ബൈക്ക് മോഷ്ടിക്കുന്ന ഫോട്ടോ, അതിന്റെ വീഡിയോ, പിന്നെ വോയിസ് ക്ലിപ്പ്, അങ്ങനെ ഇവർ ചെയ്ത ഈ ഡയറി മിൽക്ക് പൊട്ടിക്കുന്ന രീതി, ഇതൊക്കെ അതിൽ കിടപ്പുണ്ട്. അപ്പൊ അതിതാണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. അത് പുറത്ത് പറയാനും പുറത്ത് കാട്ടാനും അവർ ധൈര്യം കാട്ടുന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടി. ഈ ആക്ഷേപം ഉയർന്നത് കൊച്ചി നഗരമധ്യത്തിൽ തന്നെയുള്ള ഒരു സ്കൂളാണോ? ഇത് എന്താണ് ഇതിന്റെ സാഹചര്യം? സജിത്ത്, കുറച്ച് നാൾ മുൻപ് വരെ നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നതൊക്കെ ചെറുപ്പക്കാരിലായിരിക്കും. അതൊരു 20 വയസ്സിനും ഒരു 30-35 വയസ്സിനും ഒക്കെ ഇടയിലുള്ള ചെറുപ്പക്കാരായിരിക്കും കൂടുതലും ലഹരി ഉപയോഗിച്ചു അല്ലെങ്കിൽ ലഹരി കൈമാറ്റം നടത്തി എന്നൊക്കെ പറഞ്ഞ് പിടികൂടുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി മാറി. സ്കൂൾ കുട്ടികൾ 8, 9, 10, 11 ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെ ഞെട്ടലുളവാക്കും. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇത്രയും മാരകമായിട്ടുള്ള ലഹരി ഉപയോഗിക്കുന്നതും തന്റെ സുഹൃത്തുക്കൾക്ക് കൈമാറുന്നതും പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തുകയും ചെയ്യുന്നത്. ഇത് കൊച്ചി നഗരത്തിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ന്യൂസ് 8 പുറത്തു വന്നത്. ആ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾക്ക് കുറച്ച് ദിവസങ്ങളായി ചില മാറ്റങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് ഈ പെൺകുട്ടി പീഡനത്തിനിരയായി എന്നൊരു വിവരം പുറത്തു വരുന്നത്. അത് ആൺ സുഹൃത്തായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന ആൺ സുഹൃത്താണ് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലും ഒക്കെ ഈ ലഹരി നൽകിയതിനു ശേഷം പീഡനത്തിനിരയാക്കിയത്. കൗൺസിലിംഗിലൂടെയാണ് ഈ വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് ഈ കുട്ടിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കെതിരെ പോലീസിൽ പരാതി നൽകി. പക്ഷേ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജുവനൈൽ ഹോമിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ ജുവനൈൽ ഹോമിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് പോലീസ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, ഒരു കൗൺസിലിംഗ് കൊടുക്കുക, അതിനൊക്കെ മാതാപിതാക്കൾ മുന്നിട്ടിറങ്ങണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ മാതാപിതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോഴായാലും അവർ ഇൻസ്റ്റഗ്രാമിലൂടെ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ അവർ ആരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നത്,
അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ മാതാപിതാക്കൾ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടിയാണ് പോലീസിൽ നിന്നും വരുന്നത്. മറ്റൊന്ന്, ഇത് ഒരാൾ മാത്രമല്ല, ഈ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മാത്രമല്ല, അവനൊരു സംഘം ചേർന്ന് അവനേക്കാളും പ്രായം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള കുട്ടികളുമൊക്കെ ആയിട്ട് സംഘം ചേർന്നാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും അത് ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത്. ഇത് ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിലല്ല വരുന്നത്. ഈ കുട്ടികളൊക്കെ പല സ്കൂളുകളിൽ പഠിക്കുന്നതാണ്, പലയിടങ്ങളിൽ കൊച്ചിയിൽ തന്നെ കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലുമൊക്കെ താമസിക്കുന്നവരാണ്. അങ്ങനെ ഒരു കൂട്ടായി മാത്രമേ പോലീസിന് ഇതിലൊരു നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, ഇവർക്ക് ആരാണ് ഈ ലഹരി എത്തിക്കുന്നത്? ഈ ലഹരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ മോഷണത്തിലേക്ക് വരെ കുട്ടികൾ പോകുന്നു എന്നതിന്റെ തെളിവുകളടക്കമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഈ ഒരു പാലാരിവട്ടത്ത് ഉള്ള ഒരു ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇവർ ഈ ലഹരി മേടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാളെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച കുട്ടികളെ പിടിക്കുന്നു, ആ കേസ് അവസാനിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ആരാണ് ലഹരി കൊടുക്കുന്നത്, ഇതെവിടെ നിന്നാണ് ലഹരി എത്തുന്നത്, അങ്ങനെ നീണ്ടു കിടക്കുന്നു ഇതിന്റെ ഒരു വലയം. അതിലേക്കൊന്നും പോലീസ് പലപ്പോഴും കടക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ തലമുറ അത് വലിയ രീതിയിൽ ലഹരികൾക്ക് മറ്റ് ഈ അടിമയാകുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണ്. ഈ പിതാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മകൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, അതിനെ തുടർന്ന് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്, ഞങ്ങൾ റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷേ ഞങ്ങളുടെ മനസ്സ് അനുവദിച്ചില്ല, ഞങ്ങൾക്ക് അതിനുള്ളൊരു ധൈര്യമില്ല. അതിനുശേഷം തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. ഇവരനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം അത് വലുത് തന്നെയാണ്. അതിനുശേഷം തൻ്റെ ഒരു സുഹൃത്താണ് തന്നെ ഇതിൽ തൻ്റെ മകൾക്ക് ഉണ്ടായ അനുഭവം അത് ഒരാളുടെ മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള പല കുട്ടികളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ പല മാതാപിതാക്കളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് പൊതുസമൂഹത്തിലൂടെ കൊണ്ടുവരണം. അതിനുവേണ്ടി അതിൻ്റെ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണമെന്ന് സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുവാനും മാതാപിതാക്കൾക്കും ഒപ്പം നമ്മുടെ സമൂഹത്തിനും ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ താൻ തയ്യാറായത് എന്നുകൂടിയാണ് ആ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞത്. എന്തായാലും സജിത്ത്, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, കൊലപാതക പരമ്പരകൾ, ഇതിനെല്ലാം ഒരു പിന്നിൽ ഒരു ലഹരി ഉണ്ടെന്ന്, ലഹരി ഉപയോഗമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ലഹരി വലയത്തിൽ അടിമപ്പെട്ടു പോയി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇന്നൊക്കെ നമ്മൾ താമരശ്ശേരിയിൽ നിന്നും കേൾക്കുന്ന വാർത്തകളൊക്കെ മനുഷ്യ മനസാക്ഷിയെ തന്നെ തളർത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കുന്നു നമ്മുടെ കുട്ടികൾക്കെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അത് തന്നെയാണ് ഇവിടെയും ഒക്കെ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സ്കൂളിൽ പോയി പഠിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നല്ലൊരു തലമുറ ആകേണ്ട കുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെട്ട് ഇത്തരത്തിലുള്ള മറ്റു വഴികളിലേക്ക് പോകുന്നതും. ഒപ്പം നമ്മുടെ സഹപാഠികളായ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഓരോന്ന് ചെയ്യുവാനൊക്കെ ഈ ആൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഈ ലഹരി തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. സജിത്ത്, നവമി സൂചിപ്പിച്ചതുപോലെയാണ്, നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റുന്നു എന്ന ചിന്തകൾക്കിടയിൽ അതിനൊരു കാരണമുണ്ടാവാം. ആ കാരണം പലപ്പോഴും ലഹരി ഉപയോഗമാണ് എന്ന കണ്ടെത്തലാണ് ഉണ്ടാവുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുമുണ്ട്. യുവാക്കൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗം കൂടിയപ്പോൾ അത് പുതിയ സിന്തറ്റിക് ഡ്രഗിലേക്ക് മാറിയപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ മാഫിയ ഉണ്ട്. സർക്കാർ നേരത്തെ MP രാജേഷ് മന്ത്രി വിശദീകരിച്ചതിനും അപ്പുറത്തേക്ക് വലിയ സംവിധാനം, പരിശോധനകൾ നടക്കേണ്ട സാഹചര്യം കൂടിയാണ്. എന്ന് മാത്രമല്ല, ലഹരി ഉപയോഗിച്ചു എന്ന കാര്യം പുറത്തു പറയുന്നത് ക്രെഡിറ്റായി മുന്നോട്ട് വെക്കാനും അത് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കാനും ഈ തലമുറയ്ക്ക് കഴിയുന്നു എന്ന കാര്യം കൂടിയാണ് ഞെട്ടിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ട കൊച്ചിയിലെ ആ ഞെട്ടിക്കുന്ന കാഴ്ചകളും അവരുടെ സംഭാഷണവും ഒരിക്കൽ കൂടി. മെഡിസിനൊക്കെ കുഴപ്പമില്ല, നല്ല കിണ്ണാണ്, എന്താണ് കെമ്മാണ്, പക്ഷേ കുത്തിയൊന്നും കിട്ടൂല, സാധാരണ നോർമല് പണിയായിരിക്കും. ഞാനിനി കമ്പനിക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, പുറത്ത് നിന്നുള്ളവന്മാർക്കൊന്നും കൊടുക്കൂല. കഞ്ചാവ് ഞങ്ങളുടെ കിട്ടില്ല, കഞ്ചാവർക്ക് തരാ. ഇത് മലയാളികളുടെ കളിയല്ലടാ, ബംഗാളികളുടെ കളിയാണ്. ഡയറക്റ്റ് ഡീലാണ് വെച്ചാൽ നല്ല കിട്ടില്ല കഞ്ചാവ്. അടിച്ചു നോക്കിയിട്ട് അത്ര അടിയിട്ട് കഞ്ചാവ് വേറെ ഇല്ല. പിള്ളേരായിട്ടൊന്നല്ല കൊട്ടടിക്കാൻ വരും. ധാറേഷൻ ഉണ്ടായി, അവൻ ഞാൻ അടിച്ച്. അപ്പൊ അവന്റെ ചിക്കുണ്ടായി. അപ്പൊ അവൻ നന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ എന്റെ കമ്പനിക്കകത്ത് അപ്പൊ അവിടെ ഇങ്ങനത്തെ ഞാൻ പെൺപിള്ളേരായിട്ട് കൊട്ടടിക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായി. ഇതാണ് നമ്മൾ ആ ദൃശ്യങ്ങളും ഒപ്പം
അവരുടെ ശബ്ദവും എത്ര കണ്ട് ലാഘവത്തോടെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. നവമി, ഇത് കൊച്ചി നഗരമധ്യത്തിലെ ഒരു സ്കൂളാണ്. നമുക്ക് എന്തായാലും ആ സ്കൂളും അതിൻ്റെ പേരും തൽക്കാലം പുറത്തുവിടേണ്ടതില്ല. അത് കാരണം ആ സ്കൂളിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. പക്ഷേ അവിടെ പരിശോധന നടക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇത് കൊച്ചി എന്നത് മാത്രമല്ല, പല ഇടങ്ങളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു പരിശോധനാ സംവിധാനങ്ങൾ അത് ഒരു പേരിനപ്പുറത്തേക്ക്, ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി മാറുകയില്ലേ? കാരണം ഒരു തലമുറ തന്നെയാണ് ഇല്ലാതാവുന്നത്. അത് തീർച്ചയായും സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമാണ്. കാരണം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, കേൾക്കുന്ന ദൃശ്യങ്ങളൊക്കെ, നമ്മൾ കേൾക്കുന്ന വാർത്തകളായിക്കോട്ടെ, കാണുന്ന ദൃശ്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുക? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ, ഈ ലഹരിക്ക് അടിമപ്പെട്ട നമ്മുടെ കുട്ടികളെ എങ്ങനെ അതിൽ നിന്നൊക്കെ മുക്തരാക്കാം? അവർക്ക് ഏത് രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനൊക്കെ നല്ല മാതൃകയാകേണ്ട കുട്ടികളൊക്കെ ഏത് വിധേനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ അവരെ മുക്തരാക്കാം എന്നൊരു ചോദ്യമാണ്. അത് ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒരാളോ ഒരു സർക്കാരോ അല്ല. ഇത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതിനാദ്യം നമ്മൾ അവബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് കുട്ടികൾക്ക് എന്നതിനപ്പുറത്തേക്ക് അവരുടെ മാതാപിതാക്കളെയാണ്. തൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു, അവരുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ മീഡിയ അവരെ ആരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നത്, അവരേത് തരത്തിലാണ് അവർക്ക് ഇത്രയേറെ പണം വരുന്നത്, അല്ലെങ്കിൽ ഒരു ആഡംബര ജീവിതം നയിക്കാനായിട്ടൊക്കെ അവർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മുടെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കണം. പിന്നീട് നമ്മുടെ അധ്യാപകർ, പിന്നീട് നമ്മുടെ പൊതുസമൂഹം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത് നടപ്പാകുകയുള്ളൂ. ഇന്ന് ഈ കാണുന്ന 10ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ എവിടെയോ ഉള്ള ഒരു പെൺകുട്ടിക്ക് ഇത് അവസ്ഥ വന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വീട്ടുകളിലെ കുട്ടികൾക്ക് എങ്ങനെ ഇതുണ്ടാകാതെ അവരെ നമുക്ക് കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെല്ലാം ഇതിൻ്റെ ഒരു ദോഷവശം അവരെ പറഞ്ഞു മനസ്സിലാക്കാം എന്നതിൽ വേണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുക്കണം. അതിൻ്റെ സമയം അതിക്രമിച്ചു. കാരണം ഈ കുട്ടികളിലേക്ക് വരെ ഇത്രയേറെ ആഴത്തിൽ ലഹരികൾ ആഴ്ന്നിറങ്ങിയെങ്കിൽ അത് തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു ആപത്ത് തന്നെയായിരിക്കും. വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു ആഘാതം അത് വളരെ വലുതായി തന്നെയായിരിക്കും ഉണ്ടാകുക. സജിത്ത്, യെസ്, ഇതൊരു പൊതു ഉത്തരവാദിത്തമാണ്. ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടേതോ മാത്രമല്ല. കാരണം ഇതൊരു പൊതു ഉത്തരവാദിത്തമാണ്. ആ സാമൂഹ്യ ഉത്തരവാദിത്തം നിറവേറ്റാൻ എല്ലാവരും മുന്നോട്ട് വരണം. കാരണം നമ്മൾ നേരിടുന്നത് ഒരു വലിയ വിപത്തിനെയാണ്. ഒരു തലമുറ തന്നെ ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ ചെറുത്തേ പറ്റൂ. അത് വീടുകളിൽ അച്ഛനമ്മമാർ, ഈ വാർത്ത കാണുന്ന അച്ഛനമ്മമാർ അടക്കം, രക്ഷിതാക്കൾ അടക്കമുള്ളവർ കൂടുതൽ ജാഗ്രതയോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഞങ്ങൾ നടത്തുകയാണ്. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടോ എന്നത് കൃത്യമായി തന്നെ നിരീക്ഷിക്കണം, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് അത് ഇടവയ്ക്കുകയും ചെയ്യും.